നമസ്കാരം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നിർഭയ് ക്രൂസ് മിസൈലിന്റെ പുതിയ പതിപ്പുകൾ തുർക്കിയെയും അവരുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂസ് മിസൈൽ എന്നറിയപ്പെടുന്ന നിർഭയിന്റെ ഈ പുതിയ വകഭേദം S-400 പോലുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിവുള്ളതാണെന്ന റിപ്പോർട്ടുകളാണ് തുർക്കിക്ക് തലവേദന സൃഷ്ടിക്കുന്നത്. ഗ്രീസിന് ഈ മിസൈൽ ലഭിച്ചാൽ അത് തങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകുമെന്ന ഭയത്തിലാണ് തുർക്കി. നിർഭയ് ഒരു സബ്സോണിക് ക്രൂസ് മിസൈലാണ്, അതായത് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈൽ. എന്നാൽ ഇതിന്റെ പ്രധാന ശക്തി അതിന്റെ ഒഴിഞ്ഞുമാറാനുള്ള കഴിവാണ്. വളരെ താഴ്ന്ന ഉയരത്തിൽ ഭൂപ്രകൃതിയോട് ചേർന്ന് പറക്കാൻ ഇതിന് സാധിക്കും. ഇത് ശത്രുരാജ്യത്തിന്റെ റഡാറുകൾക്ക് മിസൈലിനെ കണ്ടെത്തുന്നതിന് അതീവ ദുഷ്കരമാക്കും. S-400 പോലുള്ള എയർ ഡിഫൻസ് സംവിധാനങ്ങൾക്ക് മിസൈലുകളെ വളരെ ദൂരെ നിന്ന് തന്നെ കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുമെങ്കിലും നിർഭയിന്റെ ടൈറൻ ഫസ്റ്റിക് കഴിവ് അതിനെ S-400ന്റെ കണ്ണിൽ നിന്ന് മറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ദീർഘദൂര ശേഷിയുള്ള ഈ മിസൈൽ കരയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നതാണ്. ഇതിന് 1000 കിലോമീറ്റർ മുതൽ 1500 കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ശത്രുവിന്റെ വ്യോമതാവളങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ ശൃംഖലകൾ എന്നിവയെ ലക്ഷ്യമിടാൻ സഹായിക്കും. അതേസമയം തുർക്കിയുടെ കൈവശം റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. എന്നാൽ നിർഭയ് മിസൈൽ ഗ്രീസിന്റെ കൈവശം എത്തിയാൽ അത് തങ്ങളുടെ S-400 സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കുമെന്ന ആശങ്കയിലാണ് തുർക്കി. ഗ്രീസും തുർക്കിയും തമ്മിൽ ഈജിയൻ കടലിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾ ഈ ഭയം വർദ്ധിപ്പിക്കുന്നു. നിർഭയ് പോലുള്ള ഒരു ദീർഘദൂര ക്രൂസ് മിസൈൽ ഗ്രീസിന് ലഭിക്കുന്നത് തുർക്കിയുടെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ആക്രമണം നടത്താൻ ഗ്രീസിനെ പ്രാപ്തരാക്കും. ഇന്ത്യ ഗ്രീസ് പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായി ഇന്ത്യ ഗ്രീസിന് ഈ മിസൈൽ നൽകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ തുർക്കി മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇത് തുർക്കിയുടെ പാകിസ്ഥാൻ അനുകൂല നിലപാടുകളോടുള്ള ഇന്ത്യയുടെ മറുപടിയായും വ്യാഖ്യാനിക്കപ്പെടുന്നു. സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് ഇന്ത്യ പ്രതിരോധ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങളാണ് നടത്തുന്നത്. നിർഭയ് പോലുള്ള തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല, ആഗോളതലത്തിൽ ഒരു പ്രധാന ആയുധ നിർമ്മാതാവെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കാനും സഹായിക്കും. ഗ്രീസിന് മിസൈൽ നൽകുന്നതിലൂടെ ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള പ്രതിരോധ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും മേഖലയിൽ തന്ത്രപരമായ പങ്കാളികളെ കണ്ടെത്തുകയും ചെയ്യും. ഇത് ഇന്ത്യയുടെ ആഗോള നയതന്ത്രത്തിന് വലിയ ഊർജം നൽകും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.